സൗദിയും ഇറാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സൈനിക നീക്കവുമായി പാകിസ്ഥാൻ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യ പ്രതിരോധ കരാറിന്റെ ഭാഗമായി ഏകദേശം 8,000 സൈനികരെയും ഒരു സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളെയും പാകിസ്ഥാൻ സൗദി അറേബ്യയിലേക്ക് അയച്ചതായി രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വശത്ത് മധ്യസ്ഥ നീക്കവും മറുവശത്ത് സൈനിക നീക്കവും നടത്തുകയാണ് പാകിസ്ഥാൻ. ഇറാനുമായുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സൗദിയുടെ അതിർത്തികൾ സംരക്ഷിക്കുകയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ വെടിനിർത്തലിനായി പാകിസ്ഥാൻ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഈ പുതിയ നീക്കം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. സൗദി അറേബ്യയ്ക്ക് ആണവ സുരക്ഷാ കവചം ഉൾപ്പെടെയുള്ള സൈനിക പിന്തുണ ഉറപ്പാക്കാനാണ് ഈ കരാർ. സൗദിക്ക് നേരെ കൂടുതൽ ആക്രമണമുണ്ടായാൽ സൗദി സൈന്യത്തെ നേരിട്ട് പിന്തുണയ്ക്കാൻ ശേഷിയുള്ള ശക്തമായ പോരാട്ട നിരയെയാണ് പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിന്യാസത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണം നൽകാൻ പാകിസ്ഥാൻ സൈന്യമോ സൗദി ഗവൺമെന്റോ തയ്യാറായിട്ടില്ല. ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ അയക്കാമെന്ന ഉറപ്പോടെ 8,000 സൈനികരെയാണ് പാകിസ്ഥാൻ സൗദിയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഭൂരിഭാഗവും ചൈനീസ് സംയുക്ത നിർമ്മിതമായ JF-70 വിമാനങ്ങൾ ഉൾപ്പെടുന്ന 16 വിമാനങ്ങളുടെ ഒരു പൂർണ്ണ സ്ക്വാഡ്രണും 2 സ്ക്വാഡ്രൺ ഡ്രോണുകളും ഏപ്രിൽ ആദ്യത്തോടെ സൗദിയിൽ എത്തിച്ചു. ചൈനീസ് നിർമ്മിത HQ-9 വ്യോമ പ്രതിരോധ സംവിധാനവും കൈമാറിയിട്ടുണ്ട്. ഇവ പ്രവർത്തിപ്പിക്കുന്നത് പാക് ഉദ്യോഗസ്ഥരാണെങ്കിലും ഇതിന്റെ സാമ്പത്തിക ചിലവുകൾ പൂർണ്ണമായും വഹിക്കുന്നത് സൗദി അറേബ്യയാണ്. പ്രാഥമികമായി ഈ സൈനിക വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് ഉപദേശക പരിശീലന ചുമതലകളായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച പ്രതിരോധ കരാറിലെ വ്യവസ്ഥകൾ രഹസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാനും സൗദിയും പരസ്പരം പ്രതിരോധിക്കണമെന്നാണ് ഈ കരാർ വ്യക്തമാക്കുന്നത്.